അതൊരു ഒന്നൊന്നര, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഡെലിവറിക്ക് വേണ്ടി ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ എനിക്കൊരു ജോബ് കിട്ടാൻ ഞാൻ 6 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്ത് മാർച്ചിൽ ജോബ് കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷറായി നാട്ടിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എനിക്ക് ജോബ് കിട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന നിങ്ങൾക്കും കിട്ടും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടുപോകാതെ നമുക്ക് ഈ വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ കിടക്കാം. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ, ഫ്രഷറായിട്ടും എങ്ങനെയാണ് കുവൈത്തിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടിയെന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, എനിക്കൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഫ്രഷറായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് ഫസ്റ്റ് ജോലി കേട്ടോ, ആദ്യത്തെ ജോലി കിട്ടിയത്. അപ്പോൾ അതെന്താണ് ജോലിയായിരുന്നത്, എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്, എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടി, ഇൻ്റർവ്യൂസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ ഈ വീഡിയോ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാം. അപ്പം കുറച്ചെങ്കിലും ആൾക്കാർ ജോബ് നോക്കുന്നതോ അല്ലെങ്കിൽ ജോബ് നോക്കാൻ എന്തെങ്കിലും ഒരു മടിയായിട്ട്, ഞാനൊരു ഫ്രഷർ അല്ലേ, എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ ജോബ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഡിലേ ആവാതെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ഇതിനെല്ലാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ നല്ലൊരു അടിപൊളി CV ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് നല്ല സിമ്പിളായിരിക്കണം. കുറേ പേജസൊക്കെ ആയിട്ട് കുറേ വലിച്ചു വാരി എഴുതി അങ്ങനത്തെ ഒരു CV നമുക്ക് ആവശ്യമില്ല കേട്ടോ. എപ്പോഴും ഒരു സിംഗിൾ പേജിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് എന്താ പറയുക, നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു CV, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഒരുപാട് പേജസിലുള്ള CVനേക്കാളും എപ്പോഴും ബെറ്റർ ഒറ്റ പേജിൽ നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ, എൻ്റെ CV അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കൊടുക്കലാണ് നല്ലതെന്നാണ് കേട്ടോ കുറേ പേരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരുപാട് ലാഗിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം കേട്ടോ. അപ്പം ഞാനിവിടെ 2022 ജാനുവരിയിലാണ് കേട്ടോ വന്നത് കുവൈറ്റിൽ. ജാനുവരി 11 ഞാൻ കുവൈറ്റിലെത്തിയത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറയുമ്പം ഒരു കൊറിയർ കാർഗോ ഓഫീസായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം കാർഗോ കമ്പനിയിലെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് കം കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ആയിരുന്നു കേട്ടോ എൻ്റെ ജോബ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. ആൻഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ജോലി അതാണ്. ഫെബ്രുവരി മാർച്ച്, എനിക്ക് മാർച്ചിൽ ഫസ്റ്റ് ജോബ് കിട്ടി കേട്ടോ. അപ്പം ജനുവരിയിൽ ഞാൻ ജോബൊന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ജനുവരി കംപ്ലീറ്റ്ലി നമ്മളിവിടെ ആദ്യമായിട്ട് പുതിയൊരു കൺട്രിയിൽ വന്ന് ഇവിടെ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെയും ഒക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും സെറ്റിൽ ആവുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. ജനുവരി ഞാൻ അപ്ലൈ ചെയ്തില്ല. ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ ജോബ് നോക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മാർച്ചിൽ ഞാൻ ഫസ്റ്റ് ജോബിന് എനിക്ക് ജോബ് കിട്ടി കയറി. അപ്പം അതത്ര വലിയ സാലറി ഉള്ള നല്ല പൊസിഷനിലുള്ള നല്ല വലിയ കമ്പനി ഒന്നും ആയിരുന്നില്ല. വെരി ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് പോലത്തെ അല്ലെങ്കിൽ ചെറിയൊരു കമ്പനി ആയിരുന്നു അത്. അപ്പം അതിൽ എനിക്ക് ജോബ് കിട്ടി. ആൻഡ് അന്ന് എനിക്ക് 175 KD 175 KD ആയിരുന്നു കേട്ടോ സാലറി ഉണ്ടായിരുന്നത്. അപ്പം അതിലോട്ട് എങ്ങനെയാണ് ഞാൻ എത്തിയത്, എങ്ങനെയാണത് കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ജസ്റ്റ് 2 months എന്ന് പറയാം. ഫെബ്രുവരി നോക്കി മാർച്ചിൽ എനിക്ക് ജോബ് കിട്ടി. മാർച്ച് ഒരു പകുതി അല്ലെങ്കിൽ എൻഡിലാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ടാണ് എനിക്ക് ഫ്രഷറായിട്ട് ജോബ് കിട്ടിയത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക. ഫ്രഷറാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത്. അപ്പം ഇവിടെ എന്തായാലും വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പം നമ്മൾ ട്രൈ ചെയ്തതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പം കുവൈറ്റിൽ മെയിനായിട്ട് ഞാൻ ജോബ് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 2 സൈറ്റ്സ് ആയിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് IIK എന്ന് പറയും, അതും ഒരെണ്ണം കുവൈറ്റ് ജോബ്സ് ഹിയർ. ഈ 2 സൈറ്റ്സ് ആയിരുന്നു കേട്ടോ ഞാൻ ഇനീഷ്യലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത് IIK ത്രൂ ആണ്. ഇന്ത്യൻസ് ഇൻ കുവൈത്തിൽ ഞാൻ ആഡ് കണ്ട് ഞാൻ ഇമെയിൽ അയച്ച് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അതല്ലാതെ വേറെ ഒരു മെത്തേഡിലൂടെ അല്ല കേട്ടോ എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടിയത്. അപ്പം ഞാനിവിടെ വന്ന് ഒരു ഫെബ്രുവരിക്ക് ആയപ്പോൾ എനിക്ക് ജോബ് നോക്കണം എന്ന് ആഗ്രഹം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാവരും പറഞ്ഞു ഇങ്ങനെ IIK ഉണ്ട്, ആ സൈറ്റിൽ കയറി നോക്കാൻ. അന്ന് എനിക്ക് കുവൈറ്റ് ജോബ്സ് ഹിയർ അറിയില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് IIK ആണ്. അപ്പം IIKയിൽ ഞാൻ ഡെയിലി രാവിലെ ആയി കഴിയുമ്പോൾ തന്നെ ഡെയിലി അതിലിങ്ങനെ അപ്ഡേറ്റ്സ് വരും. 10 to 15 വരെ നമുക്കിങ്ങനെ
എന്താ പറയുക പുതിയ പുതിയ വേക്കൻസീസ് വരും. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് തന്നെ വേഗം നോക്കും ഏതൊക്കെയാണ് ഓപ്പണിങ്സ് വന്നിട്ടുള്ളത്. പിന്നെ അതിലോട്ട് നമുക്ക് പറ്റിയത് ഏതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ റിസപ്ഷൻ ജോബ്സ്, അഡ്മിനിസ്ട്രേഷൻ ജോബ്സ്, സെക്രട്ടറി പോസ്റ്റുകൾ, അങ്ങനെ ഡാറ്റ എൻട്രി, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായത്. പിന്നെ ഇങ്ങനെ കസ്റ്റമർ സപ്പോർട്ട് സർവീസും ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഇങ്ങനത്തെ കാറ്റഗറീസ് ആയിരുന്നു ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കും, നമ്മൾ കീവേഡൊന്നും അടിച്ചു നോക്കാതെ തന്നെ മൊത്തത്തിൽ നോക്കിപ്പോവും. അപ്പോൾ അതിലിങ്ങനെ ഉണ്ടാവും അഡ്മിൻ ജോബ്സ്, അല്ലെങ്കിൽ ബേസിക്, അങ്ങനെ എന്താ പറയുക അഡ്മിനിസ്ട്രേഷൻ, കസ്റ്റമർ സപ്പോർട്ട് സർവീസ്, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ അത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് അതിലത്തെ മെയിൽ ഐ ഡിയിലോട്ട് നമ്മൾ മെയിൽ അയക്കും. അല്ലെങ്കിൽ ഞാൻ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അതിൽ ചിലവർ നമ്പറും കൊടുക്കും. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തിട്ട് അത് വാട്സപ്പ് ത്രൂ നമ്മുടെ CV സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചെയ്തു വന്നത്. അങ്ങനെ കുറച്ച് ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് കോള് വരും കേട്ടോ, ഇൻ്റർവ്യൂ കോൾസ് വരും. അങ്ങനെ ഈ ഇൻ്റർവ്യൂ പോയി അവർ ജസ്റ്റ് കാര്യങ്ങൾ, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്. എത്ര നാളായി, എന്നാണ് കുവൈത്തിൽ വന്നത്, എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തൊക്കെ പഠിച്ചത്, ക്വാളിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് എന്നോട് സാലറി എക്സ്പെക്റ്റേഷൻ ചോദിച്ചു കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഇക്കൊക്കെ പറയും നമ്മളോട് 250 KD ആണ് ഇവിടുത്തെ ബേസിക് സാലറി. അപ്പോൾ അത് അപ്പോഴാണ് അവർ ചിലപ്പോൾ 200 തരുമായിരിക്കും എന്ന് പറയും. അപ്പം അങ്ങനെ ഫസ്റ്റ് ചാടി കയറി 250 പറഞ്ഞു. അപ്പോൾ ആ ആളിനോട് ചോദിച്ചു, ഫ്രഷറായിട്ട് 250 KD സാലറിയോ, അത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ദാറ്റ് ഈസ് ഓൺലി മൈ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു. അതെൻ്റെ എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു 175 KD, 175 ഇസ് അവർ ലാസ്റ്റ് സാലറി, ഇഫ് യു ആർ റെഡി യു ക്യാൻ ജോയിൻ ടുമോറോ എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി, കാരണം എൻ്റെ ലൈഫിൽ ആദ്യത്തെ ജോബ്, അത് അത്രയും ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്ക് അപ്പം സ്പോട്ടിലൊന്നും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല യു ക്യാൻ ജോയിൻ ടുമോറോ എന്ന്. ഞാൻ അപ്പം തന്നെ അയാളോട് ചാടി കയറി യെസ് പറഞ്ഞു. പുറത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാനോട് ചോദിക്കൊന്നും ചെയ്തില്ല ഞാൻ, കാരണം എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു ഒരു ജോബ് എന്നുള്ളത്. കാരണം അത്രയ്ക്കും ഡ്രീമായിരുന്നു ഒരു ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ അയാളോട് യെസ് ഐ ക്യാൻ ജോയിൻ ടുമോറോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇക്കാനോട് പറഞ്ഞു, ഇക്ക പറഞ്ഞു ഓക്കെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞു. കാരണം ഡ്യൂട്ടി ഹവേഴ്സൊക്കെ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അത് 8 to 6 ആയിരുന്നു ഡ്യൂട്ടി ടൈം, മോർണിംഗ് 8 to ഈവനിങ് 6. അപ്പം പക്ഷേ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് നമുക്കൊരു ജോബ് കിട്ടുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ ജോബിന് ജോയിൻ ചെയ്തു. അപ്പം ഈ ഒരു ജോബായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് വെരി ടഫ് ജോബായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യത്തെ ജോബാണ് ഒരു GCC കൺട്രീസ് വന്നിട്ട്, ഫസ്റ്റാണ് ഞാനിങ്ങനെ സിസ്റ്റത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ അന്ന് എനിക്കൊരു 1 month എനിക്ക് ട്രെയിനിങ് കിട്ടി കേട്ടോ. 1 month എനിക്ക് ട്രെയിനിങ് കിട്ടി. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്ത് പിന്നെ ഞാൻ ആ ഒരു കമ്പനിയിൽ ഒരു 2 മാസം, 2-2.5 മാസം, അതിന് കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കുറേ ട്രാജഡീസ് ഉണ്ടായിരുന്നു എൻ്റെ പുറത്ത്. പക്ഷെ നല്ല ജോബായിരുന്നു. കുറേ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഒറ്റ ടൈം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജോലിയായിരുന്നു കേട്ടോ അത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. അതിന് ശേഷം പിന്നെ ഞാൻ 2-3 കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ 4ാമത്തെ ജോബാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിൽ എനിക്ക് 4ാമത്തെ സ്ഥലത്താണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ 2 years ആയിട്ടോ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് ഇൻ കുവൈത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ഫ്രഷറായി നാട്ടിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത എനിക്ക് ജോബ് കിട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന നിങ്ങൾക്കും കിട്ടും. ഇതുവരെയും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്രഷറാണ് എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യും എന്ന് വിചാരിച്ച് എന്താ പറയുക ഷൈ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബാക്ക് വലിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. മാക്സിമം നമ്മുടെ എഫേർട്ട് നമ്മൾ എടുക്കുക. ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും കിട്ടിയിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. പിന്നെ കുറേ പേര് പറയുന്നത്, എൻ്റെ കസിൻസൊക്കെ പറയും ഇങ്ങനെ ദുബായിലും പിന്നെ മസ്കറ്റിലും സൗദിയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ലേഡീസിന് ജോലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ കുവൈത്തിൽ പെട്ടെന്ന് ലേഡീസിന് ജോലി കിട്ടുമോ എന്ന് അവരിനോട് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം ഐ തിങ്ക് യെസ്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ലേഡീസും, എനിക്കറിയുന്ന ഇപ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിളിലാണ് കുറേ പേരും വർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ റിസപ്ഷനിസ്റ്റായിട്ടും ഇപ്പം ഹോസ്പിറ്റൽസിലായാലും സ്കൂളിലായാലും ഒക്കെ ലേഡീസിന് ജോബ് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അറിഞ്ഞൂടെ വേറെ കൺട്രീസിൽ, ഇപ്പം മസ്കറ്റിൽ എൻ്റെ കസിൻസ് ഉണ്ട്, അവർ പറയാറുണ്ട് അവിടെ ഒന്നും CV പോലും അവർ വാങ്ങിക്കത്തില്ല,
അങ്ങനെയാണ് കിട്ടാൻ ഭയങ്കര പാടാണെന്നൊക്കെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുവൈത്ത് കുറച്ചൊരു കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. ഇപ്പം ഒരുപാട് പേര് കയറി വരുന്നുണ്ട് കേട്ടോ കുവൈത്തിൽ. അപ്പോൾ കോമ്പറ്റീഷൻസ് കൂടുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഓപ്പർച്യൂണിറ്റീസും കുറയുമല്ലോ. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരുവിധം എല്ലാ സെക്ടറിലും അത്യാവശ്യം നല്ല ജോബിൻ്റെ ഓപ്പണിങ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ട്രൈ ചെയ്യുക. എപ്പോഴാണ് നമ്മളെ ടൈം എന്നുള്ളത് അറിയില്ലല്ലോ. മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും കിട്ടും. ഇനി അതെൻ്റെ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് സെക്കൻഡ് ജോബ് കിട്ടി, തേർഡ് വേറൊരു ജോബ് കിട്ടി. പിന്നെ ഞാൻ ഒരു ബ്രേക്ക് സെക്കൻഡ് ജോബ് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ തേർഡ് ജോബിന് കയറുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 month ഡിലേ വന്നു. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ കമ്പനീസിൽ കയറി. പക്ഷേ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് സെറ്റ് ആവാത്ത കാരണം ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. 3 കമ്പനീസിൽ ഞാൻ കയറി. അപ്പം പക്ഷേ കുറേ ടൈം എടുത്തു എനിക്കൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കിട്ടിയ ജോബും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ടാർഗറ്റ് പ്രഷറും കാര്യങ്ങളും സാലറി കറക്റ്റ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ആയത് കാരണമായിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് പിന്നെ കയറിയത് കേട്ടോ. അപ്പം നമ്മളെ എങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരിക്കലും കുവൈത്തിൽ വന്നത് ഞാൻ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. എനിക്കൊരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ആൻഡ് ജോബില്ലാതെ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ ആലോചിക്കാൻ കൂടി പറ്റൂല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും ഒരാൾക്ക് മാത്രം ജോബ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത്ര സ്മൂത്ത് ആവില്ല നമ്മുടെ ലൈഫ്. 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാനെങ്കിലും പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമുക്ക് ഒരു ടാലൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. കുറേ പേർക്കുള്ള ഡൗട്ടായിരിക്കും എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. ഞാൻ 10th വരെ നോർമൽ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 1ാം ക്ലാസ് മുതൽ 10th വരെ നോർമൽ സാധാ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു. 2 ഗവൺമെൻറ് സ്കൂളിലായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് +1 +2 ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ BA ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മീനിങ്ങാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ, ടീച്ചിങ്ങിന് കയറണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അതെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ 2019 ഞാൻ പാസ് ഔട്ട് ആയത് കേട്ടോ. ഞാൻ 2019 പാസ് ഔട്ട് ആയതും വെഡ്ഡിങ്ങും ഒരുമിച്ചായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഞാൻ കോളേജിൽ ഡയറക്റ്റ് അഡ്മിഷനൊക്കെ നോക്കിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഡിസ്റ്റൻസ് ആയിട്ട് MA ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MAക്ക് ജോയിൻ ചെയ്തു. അത് 1 year കംപ്ലീറ്റ് ചെയ്തു. കോവിഡായി. ഞാൻ 2019 ജോയിൻ ചെയ്തത്. 2020 ആകുമ്പോൾ കോവിഡ് വന്നതുകൊണ്ട് 2021 ഡിലേ ആയിട്ട് ഫസ്റ്റ് ഇയർ എക്സാം ഒക്കെ 2021 ഫസ്റ്റ് ഇയർ എക്സാം ഉണ്ടായത്. അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് അത് രണ്ടിലും പാസ് ഔട്ടായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാം 2022 വരുന്നതിന് മുന്നേ ഞാൻ കുവൈത്തിലെത്തി. 2022 ജനുവരിയിൽ ഞാൻ കുവൈത്തിലെത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തേർഡ് സെം ഒക്കെ വന്നിട്ടുണ്ടായത്. പക്ഷേ ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയി. പിന്നെ എനിക്ക് നാട്ടിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ കോഴ്സ് അങ്ങ് ബ്രേക്ക് ഔട്ട് ആയിപ്പോയി. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു റിഗ്രറ്റാണ് കേട്ടോ. പകുതി വഴിയിൽ PG ചെയ്തിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മാർക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊറോണയുടെ ആ സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് അറിയാലോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് പഠിച്ചു. ഞാനൊരു എന്താ പറയുക, അത്രയും കഷ്ടപ്പെട്ട് കുറച്ച് ദൂരമൊക്കെ പോയിട്ട് എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. 1 year മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 year പെൻഡിങ് ആയി. അങ്ങനെ ആ കോഴ്സ് അങ്ങനെ അവിടെ തീർന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ബേസിക് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഇത്രയും ജോബ് ചെയ്തതും ഇപ്പം കണ്ടിന്യൂ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുവൈത്തിനെ അപേക്ഷിച്ച് ഡിഗ്രി മസ്റ്റാണ് കേട്ടോ. കാരണം ഇപ്പം ഇവിടെ കുറേ റൂൾസാണ്. കോദ്രാബി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴും ഒക്കെ അതിനൊക്കെ ഡിഗ്രി വേണം. അപ്പം മാക്സിമം നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്ന പ്രൊഫഷൻ, ഇപ്പം നേഴ്സിംഗ് അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ബാക്കി എക്സ്റേ ടെക്നീഷ്യൻ അല്ലെങ്കിൽ വേറെ പല മേഖലകളുണ്ട്. അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നോർമൽ ഇതുപോലത്തെ ജോബ്സൊക്കെ നോക്കണമെങ്കിൽ ഡിഗ്രി എന്തായാലും ഉള്ളതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഇത് വലിയ ജോലി 1000 ദിനാർ 2000 ദിനാർ അല്ലെങ്കിൽ ഭയങ്കര വലിയ ജോബിൻ്റെ കാര്യങ്ങളൊന്നുമല്ല. ഒരു ബേസിക് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി പാക്കേജിൽ ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ IIKയിലൊക്കെ അങ്ങനത്തെ പോസ്റ്റ് മാത്രമേ വരൂ. പിന്നെ കുവൈറ്റ് ജോബ്സ് ഇയറിൽ
വരുന്നതിൽ കുറേയൊക്കെ നമ്മുടെ കുവൈത്തി കമ്പനികൾ, ഇവിടുത്തെ കുവൈത്തികൾ നടത്തുന്ന കമ്പനികളൊക്കെ കൂടുതലും അറബിക് കമ്പനികളും കാര്യങ്ങളും ഒക്കെ കുവൈത്ത് ജോബ്സ് ഹിയർ എന്ന് പറഞ്ഞ സൈറ്റിൽ വരാറുണ്ട് കേട്ടോ. 2 സൈറ്റിൻ്റെയും ഇവിടെ നെയിം കൊടുക്കാം. ഒന്ന് ഇന്ത്യൻസ് ഇൻ കുവൈത്ത്, ഒന്ന് കുവൈത്ത് ജോബ്സ് ഹിയർ. ഇന്ത്യൻട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി പാക്കേജിൽ ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ IIK-ലൊക്കെ അങ്ങനത്തെ പോസ്റ്റ് മാത്രമേ വരൂ. പിന്നെ കുവൈത്ത് ജോബ്സ് ഹിയറിൽ വരുന്നതിൽ കുറേയൊക്കെ നമ്മുടെ കുവൈത്തി കമ്പനികൾ, ഇവിടുത്തെ കുവൈത്തികൾ നടത്തുന്ന കമ്പനികളൊക്കെ കൂടുതലും അറബിക് കമ്പനികളും കാര്യങ്ങളും ഒക്കെ കുവൈത്ത് ജോബ്സ് ഹിയർ എന്ന് പറഞ്ഞ സൈറ്റിൽ വരാറുണ്ട് കേട്ടോ. 2 സൈറ്റിൻ്റെയും ഇവിടെ നെയിം കൊടുക്കാം. ഒന്ന് ഇന്ത്യൻസ് ഇൻ കുവൈത്ത്, ഒന്ന് കുവൈത്ത് ജോബ്സ് ഹിയർ. ഇന്ത്യൻസ് ഇൻ കുവൈത്തിൽ മെയിൻലി ഇന്ത്യൻ കമ്പനീസും കാര്യങ്ങളും നോർമൽ അങ്ങനത്തെ നമ്മൾ മലയാളികളും ഇന്ത്യൻസൊക്കെ ഉള്ള എന്താ പറയുക കമ്പനികളായിരിക്കും കൂടുതൽ വരിക. പക്ഷേ കുവൈത്ത് ജോബ്സ് ഹിയറിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്, അതായത് ഇവിടെ കുവൈത്തികൾ നടത്തുന്ന കമ്പനികളിലൊക്കെ ഓപ്പണിങ്സ് കാണലുണ്ട് കേട്ടോ. അപ്പം 2 സൈറ്റും ഒന്ന് കയറി നോക്ക്. അപ്പം ഏതിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം കേട്ടോ അപ്പം ആദ്യത്തെ എൻ്റെ ജോബ് കിട്ടിയത് IIK ത്രൂ ആണ്. അപ്പം പിന്നെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞില്ല, ഇൻ്റർവ്യൂ അത്ര വലിയ ടഫസ്റ്റ് ഇൻ്റർവ്യൂ ഒന്നുമല്ലായിരുന്നു. ബേസിക് കാര്യങ്ങൾ മാത്രമേ അവർ ചോദിക്കുള്ളൂ. പിന്നെ നമ്മൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും കോൺഫിഡൻസിന് ഒരു കുറവും വരുത്തണ്ട. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവർ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജനറൽ ഇൻഫർമേഷൻസ് ആയിരിക്കും. നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലും പറയാൻ പറ്റത്തില്ല. നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ സെൽഫ് ഇൻട്രോ കൊടുത്താൽ തന്നെ അവർ അത്യാവശ്യം നമ്മളിൽ ഇമ്പ്രസ് ആവും. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ആരും അയ്യോ എനിക്ക് കിട്ടില്ലല്ലോ, അയ്യോ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അയ്യോ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ പറയുക ബാക്കിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് സ്റ്റോപ്പ് ചെയ്യുക. ഇന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ കയ്യിൽ ഉള്ള അറിവും നോളജും നമ്മുടെ കോൺഫിഡൻസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ജോബും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്കും കിട്ടും. ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഞാൻ വെരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ഞാൻ സെക്കൻഡും തേർഡും ജോബിലോട്ടൊക്കെ എത്തിയത് എന്നുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഇതെൻ്റെ ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു കരിയർ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് കുവൈറ്റിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് ജോബ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.